അങ്ങനെ രോഹിത്തിനോട് വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു, നീയും ഹരിയും കൂടെ അലീനനെ ഈ റൂമിലോട്ട് വിളിച്ചു വരുത്തി അവൾക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി റേപ്പ് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചോ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ രോഹിത്ത് മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ നല്ല ദേഷ്യത്തിൽ തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു, ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കണോ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ രോഹിത്താണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അത് ഹരി ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പോൾ വിശദീകരണം ആവശ്യമില്ല, നീ ഇങ്ങനെ കൊടുത്തോ ഇല്ലയോ അത്ര മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതിൽ അങ്ങ് പറയാണ് കേട്ടോ വൈജയന്തി. എന്നിട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് രോഹിത്താണെങ്കിലും. എന്നിട്ട് പറയും, അതെങ്ങനെ ഇപ്പോൾ ഒറ്റ വാക്കിൽ പറയാമെന്ന് ചോദിക്കും. അപ്പം നിനക്കതിൽ പങ്കുണ്ടോ ഇല്ലയോ അത് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോൾ രോഹിത്ത് മിണ്ടാതെ നിൽക്കുമ്പോൾ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അടിക്കാനായിട്ട് തുടങ്ങുക കേട്ടോ. ഇങ്ങനെ കവിളത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അടിക്കുന്നുണ്ടായിരുന്നു. നിനക്കതിൽ പങ്കുണ്ടോ ഇല്ല എന്ന് പറയടാന്നൊക്കെ പറഞ്ഞ് അങ്ങ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് മിണ്ടാതെ നിൽക്കുമ്പോൾ തന്നെ വൈജയന്തിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന്. പിന്നീട് രോഹിത്തിനെ കുറേ അടിച്ചിട്ട് അവിടെ ബെഡിലേക്ക് അങ്ങ് ഇരുന്നിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എങ്ങനെ ഇനി അവളുടെ മുഖത്ത് നോക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ സമയം അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ രോഹിത്തിന് നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. വൈജയന്തി കരയുന്നത് ചിലപ്പോൾ രോഹിത്ത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. എന്തായാലും വൈജയന്തി പിന്നീട് അവിടെ നിന്ന് എണീറ്റിട്ട് താഴെ ഡൈനിങ് ഹാളിൽ അവിടെ ചെയറിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അലീനയാണെങ്കിലും മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. എന്നിട്ട് വൈജയന്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മാഡം എന്തിനാ വിളിപ്പിച്ചതെന്ന്. അപ്പോൾ വൈജയന്തി അലീനയോട് പറയാണ്, നീയായിട്ട് ഇവിടുന്ന് സ്വയം ഒഴിഞ്ഞു പോകണം എന്ന് പറയും കേട്ടോ. ഞാൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രനും അതുപോലെ തന്നെ അമ്മയും മനുവൊന്നും അതിന് സമ്മതിക്കില്ല എന്ന് പറയും. പിന്നെ അവരോട് ഇങ്ങനെ പോരടിച്ച് വിജയിക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല, അതുകൊണ്ട് നീ തോറ്റു തരണം എന്ന് പറയും. അപ്പോൾ അലീനയാണെങ്കിലും വൈജയന്തിനോട് പറയാണ്, ഞാൻ വന്ന നാൾ തൊട്ട് മാഡത്തിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അതുതന്നെയാണ്, നീ കഴക്കൂട്ട് നിന്ന് പോരുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞതാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്നുള്ളത്. പക്ഷേ അന്ന് എൻ്റെ വാക്കിന് ആരും വില തന്നില്ല എന്ന് പറയും കേട്ടോ. നീ ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ വാക്കിന് ആരും ഇവിടെ ഇങ്ങനെ വില വെക്കാതിരുന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നീ വന്ന ശേഷമാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് സംഭവിക്കുന്നത്, നീ വന്ന ശേഷമാണ് ഇവിടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കുഴപ്പത്തിലായത് എന്നൊക്കെയാണ് കേട്ടോ വൈജയന്തി അലീനയോട് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഇവിടെ ജോലി ചെയ്യാതിരുന്നിട്ടില്ല, ആരോടും ഒരു പരാതിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, കല്യാണം കഴിയാത്ത ആൺകുട്ടികളുള്ള വീട്ടിൽ നിന്നെ നിർത്താൻ കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞത് നീ മറന്നോ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തിട്ടില്ല, മാഡത്തിൻ്റെ മകനല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ പെൺകുട്ടികളോട് ഇങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കാനും പെരുമാറാനൊക്കെ മാഡം അവനെ പഠിപ്പിക്കണമായിരുന്നു, അതുപോലെ തന്നെ ആങ്ങളയുടെ മകനെ പഠിപ്പിക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അലീന വൈജയന്തിനോട് പറയും. അപ്പോൾ വൈജയന്തിക്ക് ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിന്നോടിപ്പോൾ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ തന്നാൽ മതി, നിനക്ക് പൊഴിഞ്ഞു പോകാൻ പറ്റുമോ ഇല്ലയോ അത് പറയുമെന്ന് പറയുമ്പോൾ അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ എപ്പോഴേ റെഡിയാണ് പോകാൻ വേണ്ടിയിട്ട് എന്ന് പറയും കേട്ടോ. അതിന് എനിക്ക് ഒരാഴ്ച സമയം തരണം എന്ന് പറയുന്നുണ്ടായിരുന്നു. മാഡത്തിൻ്റെ മകനും ആങ്ങളയുടെ മകനും കൂടെ എനിക്ക് സമ്മാനിച്ച ആ മുറിവൊന്നും ഉണങ്ങി കിട്ടണം, മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ജോലി ചെയ്യണമല്ലോ, അതിനുള്ള സമയം എനിക്ക് തരണം, അല്ലെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് മടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അലീന അങ്ങനെ അവിടുന്ന് പിന്നീട് വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ വന്ന അന്ന് ഇങ്ങനെ മാഡം എന്നെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിച്ച് കോലം കെട്ടിച്ച കാര്യമൊക്കെ മാഡം ഇങ്ങനെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് എന്ത് മെസ്സേജാണ് മാഡം ഇങ്ങനെ മക്കൾക്ക് മുന്നിൽ കൊടുത്തത്? അപ്പോൾ ആദ്യം മാഡം മറ്റുള്ളവരോട് നന്നായിട്ട് ഇങ്ങനെ സംസാരിക്കാനും പെരുമാറാനും പഠിക്കണം, അത് കഴിഞ്ഞ് ഇങ്ങനെ മക്കളെയും പഠിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും അലീന പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയിട്ട് പിന്നീട് തിരിഞ്ഞു നിന്നിട്ട് വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു, മറ്റുള്ളവരെ ഇങ്ങനെ തെറ്റും ചെയ്യാതെ ഇങ്ങനെ ശിക്ഷിക്കുമ്പോൾ നമ്മളും അവനവനും ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്, നമ്മുടെ കഴിഞ്ഞ കാലത്ത് നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചൊക്കെ നോക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അലീന അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ വൈജയന്തി ആണെങ്കിലും ആകെ ഒരു തകർന്ന മട്ടിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അലീന അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് പോകുമ്പോൾ പിന്നീട് രോഹിത്താണെങ്കിലും ഹരീനെ വിളിക്കുന്നുണ്ടായിരുന്നേ. ഹരീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്നാണ് കേട്ടോ ആദ്യം ചോദിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് ശരണ്യ ഉണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ വാഗമണ്ണിലാണെന്ന് പറയും. അപ്പോൾ ഇന്ന് അവിടെയാണോ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നാളെ രാവിലെ തിരിച്ചു പോയാൽ മതി എന്ന് പറയുമ്പോൾ ശരണ്യനെ വീട്ടിൽ അന്വേഷിക്കില്ല എന്നൊക്കെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ വീട്ടിൽ ആരുമില്ല, അവളുടെ അച്ഛനും അമ്മയൊക്കെ ഏതോ കല്യാണത്തിന് പോയതാണ് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട്. പിന്നെ അവിടെ ഒരു വയസ്സായ തള്ളയുണ്ട്, അതിന് എന്തോ മയക്കുഗുളിക എന്തോ കൊടുത്തിട്ട് ഉറക്കി കിടത്തിയതാണ്, രാവിലെ 10 മണിക്ക് ശേഷം ഉണരുള്ളൂ എന്നൊക്കെ അങ്ങ് തട്ടി വിടുന്നുണ്ട് കേട്ടോ. വാഗമണ്ണിലൊന്നല്ല ഇരിക്കുന്നത് ഹരി, ഏതോ ഒരു റോഡ് സൈഡിൽ എവിടെ എങ്ങാനാണ് ഇരിക്കുന്നത്. എന്നിട്ടാണ് ഈ നോണയൊക്കെ ഇങ്ങനെ രോഹിത്തിനോട് തട്ടി വിടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് രോഹിത്താണെങ്കിലും
ഹരീനോട് പറയുന്നുണ്ടായിരുന്നു, അമ്മ എന്നെ എന്നാ അടിച്ചെടാ, അമ്മ അടിച്ചതിലൊന്നും എനിക്ക് വിഷമമില്ല, പക്ഷേ എൻ്റെ മുന്നിലിരുന്ന് അമ്മ ഇങ്ങനെ പൊട്ടിക്കരയായിരുന്നു, അതെനിക്ക് നല്ല വിഷമമായി എന്ന് പറയാണ് കേട്ടോ. പിന്നീട് അലീന വൈജയന്തിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞല്ലോ, അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഹരീനോട്. അപ്പോൾ വൈജയന്തി സത്യങ്ങളൊക്കെ അറിഞ്ഞോ എന്നിങ്ങനെ ഹരി ചോദിക്കുകയാണ്. അപ്പോൾ അങ്കിളും അറിഞ്ഞു കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു, അച്ഛനും അറിഞ്ഞു കാണുന്നു, എന്നാൽ പിന്നെ ഇനി ഞാൻ ആ വീട്ടിലേക്ക് വരില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ഹരിയാണെങ്കിലും രോഹിത്തിനോട് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ഹരീനോട് ചോദിക്കും, നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ശരണ്യ എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അവളവിടെ ബാൽക്കണിയിൽ നിൽക്കുകയാണെന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ നീ അവിടെ ചെന്ന് അങ്ങ് അവളെ കെട്ടിപ്പിടിച്ച് നിന്നോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓ അങ്ങനെ നിൽക്കുകയായിരുന്നു ഇത്രയും സമയം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ശരണ്യനോട് സംസാരിക്കുന്ന പോലെയൊക്കെ ഹരിയാണെങ്കിലും രോഹിത്തിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ അർമാദിക്കാൻ പോയതല്ലേ, നിങ്ങൾ അർമാദിച്ചോ, ഞാനിവിടെ ആകെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ രോഹിത്ത് പറയൂട്ടോ. അപ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു, എല്ലാം ശരിയാവും എന്നൊക്കെ പറയും, വെറുതെ നുണ തട്ടി വിട്ടതാണ് കേട്ടോ, വാഗമണ്ണിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും പിന്നീട് അവർ സംസാരമൊക്കെ കഴിഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഷെറിന് 3 മാസമായ അവിടെയാണല്ലോ ആ കഥ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഷെറിൻ ചേച്ചിക്ക് 3 മാസമായി അവിടെ നിർത്തിയതാണ്, പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ എങ്ങനെ അറിയാനാ, ഷെറിനിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് ഇങ്ങനെ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മൾ അന്വേഷിക്കണം എന്നാണ് കേട്ടോ രേവതിക്കുട്ടി പറയുന്നത്. അപ്പം നമുക്ക് അറിയണ്ടേ, ജിജോ ചേട്ടൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഷെറിൻ ചേച്ചി കളഞ്ഞോ, അതുപോലെ പ്രസവിച്ച് ഇനിയിപ്പോൾ വല്ല അനാഥാലയത്തിലും കൊടുത്തോ ഉപേക്ഷിച്ചോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ എങ്ങനെ ഇപ്പോൾ അറിയുമെന്ന് പറയുമ്പോൾ നമുക്ക് ഷെറിൻ ചേച്ചീനെ വിളിച്ച് നോക്കാം എന്ന് പറയുമ്പോൾ അതിപ്പോൾ വേണോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവളിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുകയാണെങ്കിലോ എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് കാര്യങ്ങൾ അറിയണ്ടേ, ജിജോ ചേട്ടൻ്റെ കുഞ്ഞല്ലേ ഷെറിൻ ചേച്ചിയുടെ വയറ്റിലുണ്ടായിരുന്നെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ വിളിക്കാം അല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അതാകുമ്പോൾ പിന്നെ ഗ്രേസമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചാൽ ഷെറിന് നമ്പറൊക്കെ സേവ് ചെയ്തിട്ടുള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് ഇങ്ങനെ നമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തില്ലല്ലോ എന്നുള്ള സംശയമൊക്കെ പറയുമ്പോഴാണ് രേവതിക്കുട്ടി പറയുന്നത്, എന്നാൽ പിന്നെ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാമെന്ന്. അങ്ങനെ അവർ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ മാമച്ചൻ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളെങ്ങോട്ടാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ ഷെറിനെ വിളിക്കാനാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അതെന്താ മൊബൈലിൽ നിന്ന് വിളിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ അവൾ സേവ് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അത് കണ്ടാൽ ചിലപ്പോൾ അവൾ എടുത്തില്ലെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാൽ പിന്നെ ലാൻഡ് ഫോണിൽ നിന്ന് തന്നെ വിളിച്ചോ, അതായിരിക്കും സേഫ് എന്ന് പറയും. അതന്നെയല്ലേ ഇപ്പോൾ ഞാനും പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി ഇങ്ങ് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിളിക്കുന്ന സമയത്ത് നമ്പർ നിലവിലില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ അടിച്ചു നോക്കുക എന്ന് പറയും മാമച്ചൻ. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ അടിക്കുന്നുണ്ടായിരുന്നു, അപ്പോഴും നിലവിലില്ല എന്നാട്ടോ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഗ്രേസമ്മയാണെങ്കിലും ഗ്രേസമ്മയുടെ ഫോൺ അങ്ങ് കൊടുക്കുന്നുണ്ട് രേവതിക്കുട്ടിക്ക്, ഇതിൽ നിന്ന് വിളിച്ച് നോക്കുക എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടി മൊബൈലിൽ നിന്നും വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും കിട്ടുന്നില്ല, നമ്പർ നിലവിലില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മാമച്ചനോട് ഇങ്ങനെ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പന പോലെ നിൽക്കാതെ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാന്ന് പറയും. അപ്പം ഞാനൊരു ഐഡിയ പറയാം, അത് പക്ഷേ നടപ്പിലാക്കിക്കോണം എന്ന് പറയുമ്പോൾ അങ്കിള് പറഞ്ഞോ, ഞാനത് നടപ്പിലാക്കിക്കോളാം എന്നിങ്ങനെ രേവതിക്കുട്ടിയും പറയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഷെറിൻ്റെ വീട് പുനലൂർ അവിടെ എവിടെ എങ്ങാനോ അല്ലേ, അപ്പോൾ നമുക്ക് നമ്മളൊരു തവണ അങ്ങോട്ട് പോയിട്ടുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു, കല്യാണം ആലോചിക്കാൻ വേണ്ടി പോയിട്ടുള്ളതല്ലേ, എന്നാൽ പിന്നെ നമുക്ക് ഒരിക്കൽ കൂടി അങ്ങോട്ട് പോവാമെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് എന്തിനാ ചെന്നതെന്ന് അവർ ചോദിച്ചാൽ എന്ത് പറയും എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് വന്നപ്പോൾ ഇവിടെ വീട് അറിയാവുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയാന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുമല്ലോ, എങ്ങോട്ട് പോയതായിരുന്നു എന്നിങ്ങനെ ചോദിക്കില്ലേ എന്ന് പറയുമ്പോൾ അത് എൻ്റെ അളിയൻ്റെ അപ്പനെ കാണാൻ പോയതാണെന്ന് പറയാം എന്നിങ്ങനെ മാമച്ചായം പറയുമ്പോൾ വേറെ ഒന്നും പറയാൻ കിട്ടില്ലേ, അളിയൻ്റെ അപ്പൻ പോലും എന്നിങ്ങനെ പറഞ്ഞ് രേവതിക്കുട്ടി കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ രേവതിക്കുട്ടി പിന്നീട് മാമച്ചായം പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ നിന്റെ വല്യപ്പനെ കാണാൻ പോയതാണെന്ന് പറയാന്ന് പറയുമ്പോൾ ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, അത് വലിയ കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ. പിന്നീട് രേവതിക്കുട്ടി ഗ്രേസമ്മേനോട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണെങ്കിലും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞോണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നിങ്ങനെ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഷെറിൻ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടോ എന്ന് അറിയണം, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ അഡ്രസ്സ് വേണം, അതുപോലെ തന്നെ ഫോൺ നമ്പറും വേണം. അപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലോ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ജോലിക്ക് മറ്റോ പോയതായിരിക്കും, അപ്പോൾ ജോലിക്ക് പോയെടുത്ത അഡ്രസ്സ് ഫോൺ നമ്പർ ഇതൊക്കെ വേണമെന്ന് പറയും കേട്ടോ. ഇനിയിപ്പോൾ ഷെറിൻ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ ഷെറിൻ ചേച്ചിനോട് തന്നെ നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചോണം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അത് ഇങ്ങനെ ആൻറ്റി ഡീൽ ചെയ്തോണം, നല്ല നയത്തിൽ വേണം ഷെറിൻ ചേച്ചിനോട് കാര്യങ്ങൾ ചോദിക്കാൻ. അപ്പോൾ എന്താ ചോദിക്കേണ്ടതെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ എൻ്റെ മകൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്തു മോളെ എന്ന് ചോദിച്ചോണം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഗ്രേസമ്മയാണെങ്കിലും ഒന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വൈകിക്കാതെ തന്നെ നമുക്ക് അങ്ങോട്ട് പുറപ്പെടാം എന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു. ഒട്ടും വൈകിക്കേണ്ട എന്നാട്ടോ പറയുന്നത്.
അത് കഴിഞ്ഞ് പിന്നീട് അലീനയാണെങ്കിലും അങ്ങനെ തുടച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, മോളെ ഫോൺ അടിക്കുന്നുണ്ട്, ആരാന്ന് നോക്കുമെന്ന് പറയട്ടെ. അപ്പോൾ ആരാന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് അലീന അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ നീ നോക്കുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഫോൺ അലീനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അലീന അത് നോക്കിയിട്ട് മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു, മനുവേട്ടനാണ് മുത്തശ്ശി എന്ന് പറയട്ടോ. എന്നിട്ട് പിന്നെ ഹോളിലേക്ക് തന്നെ ഇറങ്ങുകയാണ് അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട്. അപ്പം മനു ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, അലീന എവിടെയായിരുന്നു, ഇങ്ങനെ ഫോൺ എടുക്കാൻ വൈകിയതുകൊണ്ട് ചോദിച്ചാട്ടോ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, മനുവേട്ടൻ ദേഷ്യപ്പെടുന്നു ചെയ്യരുത്, എനിക്കിവിടെ ഇങ്ങനെ ഒരു ജോലിയും ചെയ്യാതെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറിയൊരു ജോലി ചെയ്യായിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ റെസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ജോലി ചെയ്യാണോ? എന്നിട്ട് മനു ഇങ്ങനെ അലീനയോട് ചോദിക്കുകയാണ്, അലീനനെ വീട്ടുജോലിയിൽ നിന്ന് മാറ്റിയിട്ട് അങ്കിളിൻ്റെ ടെക്സ്റ്റൈൽസിലോ ജ്വല്ലറിയിലോ എന്തെങ്കിലും ജോലി ഇങ്ങനെ തരാൻ പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അതൊന്നും വേണ്ട മനുവേട്ട, എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല, ഈ പാലായി പ്രദേശത്ത് തന്നെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട് അത്രയ്ക്കും അടുത്തോ എന്നൊക്കെ ഇങ്ങനെ മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. അലീന പറയുന്നുണ്ടായിരുന്നു, മനുവിനോട് ഇവിടെ നിൽക്കാൻ പേടിയാണ്, ഇവിടെ അമ്മയും മക്കളും തമ്മിൽ എപ്പോഴും അടിയാണ്, അതുപോലെ തന്നെ മകനാണെങ്കിൽ അച്ഛൻ്റെ മുഖത്ത് നോക്കില്ല, അതൊക്കെ ഞങ്ങളുടെ സ്നേഹനികേതൻ, അവിടെ ഇങ്ങനെ സ്നേഹത്തിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം മനു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് രോഹിത് ആണെങ്കിലും അലീനയോട് പറയുന്നുണ്ടായിരുന്നു, നീ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലേടി, അമ്മ എൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞത്, അതും ഞാൻ ഒട്ടും ഇങ്ങനെ ക്ഷമിക്കാൻ പോണില്ല, അതിനേക്കാളേറെ നിന്നെ ഞാൻ കരയിപ്പിക്കും, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അലീനയോട് രോഹിത് ആണെങ്കിലും. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.